ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ ആണവായുധം പ്രയോഗിക്കുന്നത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭയാനകമായ ഒരു സാഹചര്യമാണ്. അങ്ങനെ ഒരു നീക്കം എങ്ങനെയാകും സംഭവിക്കുന്നത് എന്ന കൃത്യമായ ഒരു ഡീറ്റെയിലിംഗ് പോലും നൽകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം മറ്റൊന്നുമല്ല, ഓരോ രാജ്യത്തിന്റെയും പ്രതിരോധ തന്ത്രങ്ങളും രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കുമല്ലോ. എന്നാലും ഇതിനുള്ള പൊതുവായ രീതി എങ്ങനെയാണ് എന്നൊന്ന് പരിശോധിക്കാം. ആണവായുധ പ്രയോഗത്തിനുള്ള സാധ്യതകൾ, അതായത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ ആണവായുധം പ്രയോഗിക്കാൻ സാധ്യതയുള്ള ചില സാഹചര്യങ്ങൾ ആദ്യം നോക്കാം. ഡിറ്ററൻസ് ഫെയിലിയർ, അതായത് പ്രതിരോധം പരാജയപ്പെടുമ്പോൾ ഒരു രാജ്യം തങ്ങളുടെ ആണവായുധ ശേഷി ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്തെ ആക്രമണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും എന്നാൽ ആ ശ്രമം പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ. അടുത്തത് ഫസ്റ്റ് സ്ട്രൈക്ക്, ആദ്യ ആക്രമണം. ഒരു രാജ്യം തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കരുതുന്ന ഒരു രാജ്യത്തിനെതിരെ മുൻകൂട്ടി ആണവായുധം പ്രയോഗിക്കാൻ തീരുമാനിക്കുക. ഇത് വളരെ അപകടകരമായ ഒരു തന്ത്രമാണ്. അടുത്തത് റിറ്റാലിയേഷൻ ആണ്, പ്രതികരണം. മറ്റൊരു രാജ്യം ആണവായുധം ഉപയോഗിച്ച് ആക്രമിച്ചാൽ തിരിച്ചടി നൽകുക എന്ന ലക്ഷ്യത്തോടെ ആണവായുധം പ്രയോഗിക്കുന്നത്. ഇനി ലോസ് ഓഫ് കൺട്രോൾ, നിയന്ത്രണം നഷ്ടപ്പെടൽ. രാഷ്ട്രീയപരമായ സ്ഥിരതയില്ലാത്ത അവസ്ഥകളിലോ അതുപോലെ സൈനിക നേതൃത്വത്തിന് നിയന്ത്രണം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളിലോ അബദ്ധത്തിൽ ആണവായുധം പ്രയോഗിക്കാനുള്ള സാധ്യത. ഇനി എസ്കലേഷൻ ആണ്, സംഘർഷം വർദ്ധിക്കൽ. പരമ്പരാഗത യുദ്ധം ഗുരുതരമായ തലത്തിലേക്ക് എത്തുകയും ഇരു രാജ്യങ്ങളും തങ്ങളുടെ നാശനഷ്ടം ഒഴിവാക്കാൻ അവസാന ശ്രമം എന്ന നിലയിൽ ആണവായുധം ഉപയോഗിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു സ്റ്റേജാണിത്. ഇനി ടെക്നിക്കലി ഒരു രാജ്യത്തിന് ആണവായുധം പ്രയോഗിക്കുന്നതിന് സങ്കീർണമായ പ്രക്രിയകളുണ്ട്. ആദ്യം രാഷ്ട്രീയ തീരുമാനമാണ് വരുന്നത്. രാജ്യത്തിന്റെ പരമോന്നത നേതാവ്, പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ തുടങ്ങിയവർ ആണവായുധം പ്രയോഗിക്കാനുള്ള അന്തിമ തീരുമാനം എടുക്കുന്നു. ശേഷം ഉത്തരവ് കൈമാറലാണ്. ഈ രഹസ്യ ഉത്തരവ് സൈനിക നേതൃത്വത്തിന് കൈമാറുന്നു. സാധാരണയായി വളരെ സുരക്ഷിതമായ ആശയവിനിമയ മാർഗങ്ങളിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. അടുത്ത ഘട്ടം ആയുധം തയ്യാറാക്കൽ. സൈനിക കമാൻഡർമാർ ആണവായുധം വഹിക്കാൻ ശേഷിയുള്ള സംവിധാനങ്ങൾ, അതായത് മിസൈലുകൾ, വിമാനങ്ങൾ, അന്തർവാഹിനികൾ തുടങ്ങിയവ ലക്ഷ്യസ്ഥാനത്തേക്ക് വിന്യസിക്കാൻ തുടങ്ങും. ഇനി വിക്ഷേപണം അല്ലെങ്കിൽ പ്രയോഗമാണ്. നിശ്ചിത സമയത്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് ആണവായുധം വിക്ഷേപിക്കുകയോ വിമാനത്തിൽ നിന്ന് ബോംബിടുകയോ അന്തർവാഹിനിയിൽ നിന്ന് ടോർപിഡോ ഉപയോഗിച്ച് അയക്കുകയോ ചെയ്യുന്നു. തുടർന്ന് ആണവായുധം ലക്ഷ്യസ്ഥാനത്തെത്തി സ്ഫോടനം സംഭവിക്കുന്നു. ഇതിന്റെ പ്രഹരശേഷി വളരെ വലുതായിരിക്കും. ഓരോ രാജ്യത്തിന്റെയും നടപടിക്രമങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ചില രാജ്യങ്ങളിൽ ഒന്നിലധികം വ്യക്തികളുടെ അനുമതി പോലും ആവശ്യമായി വന്നേക്കാം. രാജ്യാന്തര നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് പരിശോധിക്കാം. ശരിക്കും പറഞ്ഞാൽ ആണവായുധങ്ങളുടെ ഉപയോഗം സംബന്ധിച്ച് വ്യക്തമായ രാജ്യാന്തര നിയമങ്ങൾ നിലവിലില്ല. കാരണം മറ്റൊന്നുമല്ല, ഈ ആയുധങ്ങളുടെ ഭീകരമായ പ്രഹരശേഷി കാരണം ഒരു രാജ്യം പോലും അവയുടെ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കാൻ തയ്യാറായിട്ടില്ല. എന്നിരുന്നാലും ചില പ്രധാനപ്പെട്ട രാജ്യാന്തര ഉടമ്പടികളും തത്വങ്ങളും നിലവിലുണ്ട്. ആണവായുധങ്ങളുടെ വ്യാപനം തടയുന്നതിനുള്ള ഉടമ്പടി, ന്യൂക്ലിയർ നോൺ പ്രൊലിഫറേഷൻ ട്രീറ്റി (NPT). ഈ ഉടമ്പടി ആണവായുധങ്ങളില്ലാത്ത രാജ്യങ്ങൾക്ക് അവ സ്വന്തമാക്കുന്നതിൽ നിന്ന് വിലക്കുകയും ആണവായുധങ്ങളുള്ള രാജ്യങ്ങൾ അവയുടെ ശേഖരം വർദ്ധിപ്പിക്കുന്നത് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇന്ത്യ ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടില്ല എന്നതും ഇവിടെ ശ്രദ്ധിക്കണം. അടുത്തത് മനുഷ്യത്വപരമായ നിയമങ്ങളാണ്, ലോസ് ഓഫ് ഹ്യൂമാനിറ്റി. യുദ്ധത്തിൽ സാധാരണക്കാരെയും അതുപോലെ സൈനിക ലക്ഷ്യങ്ങളല്ലാത്തവയെയും ആക്രമിക്കുന്നത് രാജ്യാന്തര നിയമങ്ങളുടെ ലംഘനമാണ്. ആണവായുധങ്ങളുടെ വിവേചനരഹിതമായ നാശനശേഷി കാരണം അവയുടെ ഉപയോഗം ഈ നിയമങ്ങളുടെ ലംഘനമായി കണക്കാക്കപ്പെടുന്നു. ഇനി UN-ന്റെയും ICJ-യുടെയും ഇടപെടലാണ്. ആണവായുധ ഭീഷണി ഉയർന്നാൽ UN സെക്യൂരിറ്റി കൗൺസിലിന് ഇടപെടാം. സമിതിക്ക് ആണവാക്രമണത്തിനെതിരെ റിറ്റാലിയേഷനായി സാമ്പത്തികം അല്ലെങ്കിൽ സൈനിക നടപടികൾ സ്വീകരിക്കാം. അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് യുദ്ധാക്രമണത്തിന് ഉത്തരവാദികളായ നേതാക്കളെ വിചാരണ ചെയ്യാം. ഈ ഒരു സംഭവത്തിൽ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പ്രത്യേകതകൾ കൂടി പരിശോധിക്കാം. ന്യൂക്ലിയർ ഡോക്ട്രിൻസ് ഉണ്ട്. 2003 സ്ഥാപിതമായ ഇന്ത്യയുടെ ആണവ സിദ്ധാന്തം, ആദ്യം ഉപയോഗിക്കരുത് എന്ന നയം, നോ ഫസ്റ്റ് യൂസ് (NFU). മാത്രമല്ല, ആണവാക്രമണം നടത്തിയാൽ ഭീമമായ പ്രത്യാക്രമണം, മാസീവ് റിറ്റാലിയേഷൻ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് ഫസ്റ്റ് യൂസ് നയമാണ്. പരമ്പരാഗത യുദ്ധത്തിൽ തോൽവി സംശയിക്കുമ്പോൾ ആണവായുധം ഉപയോഗിക്കാം. അടുത്തത് പ്രതിരോധ തത്വം, ഡിറ്ററൻസ് ഡോക്ട്രിൻ. പല രാജ്യങ്ങളും ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നത് ശത്രുക്കൾ അവ ഉപയോഗിക്കുന്നത് തടയാനുള്ള ഒരു മാർഗമായാണ്. എന്നാൽ ഇതൊരു നിയമമല്ല, മറിച്ചൊരു സൈനിക തന്ത്രം മാത്രമാണ്. ഇനി ഉത്തരവാദിത്തമുള്ള പെരുമാറ്റമാണ്, റെസ്പോൺസിബിൾ ബിഹേവിയർ. ആണവായുധങ്ങൾ കൈവശമുള്ള രാജ്യങ്ങൾ അവ വളരെ ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യുമെന്നും സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണമെന്നും പലപ്പോഴും രാജ്യാന്തര വേദികളിൽ ആഹ്വാനം ചെയ്യാറുണ്ട്. ഇനി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ പശ്ചാത്തലത്തിൽ ആണവായുധത്തിന്റെ സാധ്യത എങ്ങനെയാണ് എന്നതാണ്. ഇന്ത്യയും പാകിസ്ഥാനും ആണവായുധ ശേഷിയുള്ള രാജ്യങ്ങളാണ്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ആണവായുധ ഉപയോഗത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പലപ്പോഴും ഉയർന്നിട്ടുണ്ട്. ഇപ്പോഴും ഈ സാഹചര്യത്തിന് വ്യത്യാസം വന്നിട്ടുമില്ല. ഇരു രാജ്യങ്ങളും പരസ്പരം ആണവായുധങ്ങൾ ഉപയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടില്ലെങ്കിലും
ഒരു വലിയ തോതിലുള്ള പരമ്പരാഗത യുദ്ധം ആണവായുധങ്ങളുടെ ഉപയോഗത്തിലേക്ക് നയിച്ചേക്കാമെന്ന ഭയം നിലനിൽക്കുന്നുണ്ട്. ഇതൊരു പ്രതിരോധ തന്ത്രമാണ്. ഇരു രാജ്യങ്ങളും വിശ്വസനീയമായ ഏറ്റവും കുറഞ്ഞ പ്രതിരോധം, അതായത് ക്രെഡിബിൾ മിനിമം ഡിറ്ററൻസ് എന്ന തത്വമാണ് പിന്തുടരുന്നത്. അതായത് ഒരു ആണവായുധ ആക്രമണത്തെ ചെറുക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ എണ്ണം ആയുധങ്ങൾ കൈവശം വെക്കുക എന്ന ബേസിക്സ് മാത്രമാണിത്. ഇനി നിയന്ത്രണ സംവിധാനങ്ങളുണ്ട് ഇതിനൊക്കെ. ഇരു രാജ്യങ്ങളും ആണവായുധങ്ങളുടെ ഉപയോഗം സംബന്ധിച്ച് ശക്തമായ നിയന്ത്രണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അനുമതി ഇല്ലാതെ ഒരു ആണവായുധവും പ്രയോഗിക്കില്ല. പിന്നെ ആണവായുധം ഉപയോഗിക്കാതിരിക്കാൻ ഇരു രാജ്യങ്ങൾക്കും അന്താരാഷ്ട്ര തലത്തിൽ വലിയ സമ്മർദ്ദമുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായാൽ അത് വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ആണവായുധങ്ങളുടെ ഉപയോഗം ഇരു രാജ്യങ്ങൾക്കും മാത്രമല്ല, ലോകത്തിനും വിനാശകരമായിരിക്കും. അതിനാൽ തന്നെ നയതന്ത്രപരമായ ചർച്ചകളിലൂടെയും സമാധാനപരമായ മാർഗങ്ങളിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു ഏകദേശ ധാരണ മാത്രമാണിതൊക്കെ. ആണവായുധങ്ങളുടെ ഉപയോഗം എന്നത് പ്രവചനാതീതവും ഭീകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമായ ഒരു വിഷയമാണ്. ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ഏതൊരു ആണവ ആക്രമണവും ലക്ഷക്കണക്കിന് ജീവിതങ്ങൾ മാത്രമല്ല, പാരിസ്ഥിതിക ദുരന്തവും ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വളരെ ഡിപ്ലോമാറ്റിക്കായി മാത്രം എടുക്കേണ്ട തീരുമാനമാണ് ന്യൂക്ലിയർ വെപ്പൺസിന്റെ ഉപയോഗം.